بسم الله الرحمن الرحيم ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا صدق الله مولانا العلي العظيم. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله إلا الله لا إله إلا الله لا إله إلا الله محمد صار شديدهم سعدي بنظر منكم المدد يا شيخ أجمير معين الدين لا إله إلا الله لا إله إلا الله لا إله إلا الله يا شيخنا يا شيخ مدبور أتينا بابكم راجين فضلا كاملا يا سيدي سيا ولي لا إله إلا الله لا إله إلا الله الله لا إله إلا الله محمد رسول الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, സയ്യിദന്മാരും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സ്നേഹനിധികളായ ഉമ്മപങ്കന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുമെല്ലാം നിറഞ്ഞ ഒരു സഭയാണിത്. തീർച്ചയായും ഈ സഭയിൽ ഇതിന്റെ എത്രയോ ഇരട്ടി മലക്കുകൾ ഉണ്ട്. തീർച്ചയായും മുഅ്മിനീങ്ങളായ ജിന്നുകളുടെ സാന്നിധ്യം ഈ സഭയിലുണ്ട്. ഈ സഭയിലേക്ക് നോക്കി 804-ാം ആണ്ട് നേർച്ച നടക്കുകയാണ് ഇപ്പോൾ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ. ആ മഹാനവറുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അക്കരെ നിന്നുകൊണ്ട് ഈ മുഅ്മിനീങ്ങളായ ആളുകളെ നോക്കി അവിടുത്തെ ആത്മാവ് പുഞ്ചിരിക്കുന്നുണ്ടാകും എന്നതിൽ തർക്കമില്ല. അങ്ങനെയുള്ള ഒരു സഭ നമുക്കിവിടെ ആത്മീയ നേതൃത്വത്തിന് പ്രാർത്ഥന നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഹൃദയം അറിഞ്ഞ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സാദാത്യങ്ങളിൽ പ്രമുഖരായ ളിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങൾ അവറുകളാണ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. തങ്ങളുപ്പാപ്പയുടെ ഒരു വാക്ക് മാനിച്ചാണ് 7 മണിക്കൂർ ജുമഅ കഴിഞ്ഞ ഉടനെ ഇറങ്ങിയിട്ട് എവിടെയും നിർത്തിയില്ലാന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് കുറച്ചിങ്ങോട്ട് കൊയിലാണ്ടി എത്തുമ്പോൾ അസ്ർ നിസ്കാരം 2 റക്അത്ത് കസ്റാക്കി നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അതിന് ആകെ വേണ്ടി വന്നത് 7 മിനിറ്റാണ്. അങ്ങനെ 6.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. നല്ല പോലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ഉഷാറായാൽ നിങ്ങളെ സ്വലാത്തിന്റെ സൗണ്ടും ആമീൻ പറയലൊക്കെ ഉഷാറാകണം. അത്ര സമയം വേദ പറയാം. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചത് ഈമാനിന്റെ ഖിബലയായിട്ടാണ്.
വിശ്വാസത്തിന്റെ ഖിബലയാണ് മുഹമ്മദ് മുസ്തഫ. ഏതുപോലെ ആരാധനയുടെ ഖിബല കഅബ ശരീഫായതുപോലെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ജുമുഅയാവട്ടെ, 5 നേരത്തെ ഫറളാവട്ടെ, അത് ദുഹാ നിസ്കാരമാവട്ടെ, വിത്റാവട്ടെ, തറാവീഹ് ആവട്ടെ, മഴയെ തേടിയ നിസ്കാരമാവട്ടെ, ഗ്രഹണ നിസ്കാരമാവട്ടെ, മയ്യത്ത് നിസ്കാരമാവട്ടെ, ഏതും ആരാധനകളുടെ രാജാവാണ് നിസ്കാരം. ആ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കണോ? ഖിബല മുഖേന നിസ്കരിക്കണം. നമ്മുടെ നിസ്കാരം ഖിബല മുഖേനയായി. നമ്മളിപ്പോ ഞാൻ അൽമക്കറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിങ്ങനെ കേറി, എന്താണ് ഏരോ എന്താണ് അത് വഴി ഇങ്ങനെ വന്ന് പിന്നെ നോക്കുമ്പോ 3-ാം കുന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറെ കുന്നുകളൊക്കെ കയറി ഇവിടെ എത്തി. ഈ മല മുകളിൽ നിന്ന് സൂത്രം നോക്കണം എങ്ങോട്ടാണ് ഖിബല. നമ്മുടെ കേരളത്തിൽ നിന്ന് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പള്ളികളൊക്കെ നോക്കിയാൽ അത് ഏകദേശം നമ്മുടെ ഈ ഇബ്രാഹിം മക്കാം കഴിഞ്ഞ് അതുപോലെ തന്നെ ഹിജ്ർ ഇസ്മായിലിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഭാഗത്തേക്ക് സൂത്രത്തിലാണ് നമ്മളെ ഇവിടെ നിന്നൊക്കെ പള്ളി തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ കഅബത്തിന്റെ നേരെ നിന്നുകൊണ്ട് മാത്രമേ ദുനിയാവിൽ എവിടെയും ഇബാദത്ത് പറ്റുകയുള്ളൂ. എന്തുകൊണ്ട്? ആരാധനയുടെ ഖിബലയാണ് കഅബ ശരീഫ്. അപ്പോ ആരാധനയുടെ ഖിബലയായ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടും അതിനെ ആദരിച്ചുകൊണ്ടും അല്ലാതെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കൂല. എങ്കിൽ ഈമാൻ അതിനെ അല്ലാഹു തആല സ്വീകരിക്കണോ? മുഹമ്മദ് മുസ്തഫ. ഈമാനിന്റെ ഖിബലയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന വേഗത്തിൽ ഞാൻ പറയാം. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് കഅബ ശരീഫിലേക്കുള്ള കിലോമീറ്റർ കൂട്ടിയാൽ ഇവിടെ നിന്ന് ഒരു 6000 കിലോമീറ്റർ ദൂരെയാണ് കഅബ ശരീഫ്. 6000 കിലോമീറ്റർ ദൂരെയാണ് കഅബ ശരീഫ്. പക്ഷേ ഒരു സത്യവിശ്വാസി അവൻ മൂത്രമൊഴിക്കുമ്പോൾ 6000 കിലോമീറ്റർ ദൂരെയാണ് കഅബ ശരീഫെങ്കിലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. എന്ത്? ആ ഭാഗം മുഅ്മിനീങ്ങളെ ഖിബല നിൽക്കുന്ന ഭാഗമാണ്. എത്ര കിലോമീറ്റർ അക്കരേക്കാണ് ആ ബഹുമാനം? ഇത് നട്ടപ്പാതിരാവിന്റെ കൂരിരുട്ടിൽ ഒരാൾ ഒരു മലമുകളിൽ കുടുങ്ങിപ്പോയി. അവിടെ നിന്ന് അയാൾക്ക് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ കിട്ടിയ തെളിവ് വെച്ചുകൊണ്ട് അയാൾ നോക്കണം ഏത് ഭാഗത്തേക്കാണ് ഖിബല. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഈ ഭാഗത്തായിരിക്കാം. എന്നാൽ പിന്നെ ഇനി ആ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, ആ ഭാഗത്തേക്ക് മൂത്രമൊഴിക്കാൻ പാടില്ല. സഹാറ മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഇന്ന ഭാഗത്തായിരിക്കാം ഖിബല എന്ന് തീരുമാനിച്ചാൽ ആ ഭാഗത്തെ മുഴുവനും ബഹുമാനിക്കണം. മാത്രമല്ല, ഒരു സത്യവിശ്വാസി ഉറങ്ങാൻ കിടക്കുന്നത് കഅബത്തിന്റെ ഭാഗത്തേക്ക്, ഒരു സത്യവിശ്വാസി അവന്റെ പ്രാർത്ഥനക്ക് കഅബത്തിന്റെ ഭാഗത്തേക്ക്, അവന്റെ എല്ലാ പ്രധാനപ്പെട്ട വിഷയവും കഅബത്തിന്റെ ഭാഗത്തേക്ക്, മയ്യത്ത് കടത്തുന്നത് അടക്കം ഏത് ഭാഗത്തേക്കാണ്? ഖിബലയുടെ ഭാഗത്തേക്ക്. ഈ ഖിബലയുടെ ബഹുമാനം എത്രയാണ്? അതുകൊണ്ട് തന്നെ ആരാധനയുടെ ഖിബലയായ കഅബ ശരീഫിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന ബഹുമാനം എത്രയാണ്? ബഹുമാനം നമ്മുടെ ഈ പ്രാപ്പയിൽ വെച്ചുകൊണ്ടോ എന്റെ കൂറ്റമ്പാറ പ്രദേശത്ത് വെച്ചുകൊണ്ടോ ദുനിയാവിൽ എവിടെ വെച്ചുകൊണ്ട് നിസ്കരിച്ചാലും 1,00,000 റക്അത്ത് നിസ്കരിക്കുന്നതും കഅബത്തിന്റെ അടുത്ത് പോയിട്ട് 1 റക്അത്ത് നിസ്കരിക്കുന്നതുമായി ഏതിനാണ് കൂടുതൽ പ്രതിഫലം? കഅബത്തിന്റെ അടുത്തുള്ള 1 റക്അത്തിന് നമ്മൾ മറ്റു നാട്ടിൽ വെച്ച് 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠയാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അത് ആരാധനയുടെ ഖിബലയാണ്. അവിടെ വെച്ചുകൊണ്ട് 1 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നമ്മള് പിന്നെ അവിടെ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നേരെ മുന്നിൽ കഅബ ശരീഫ.
കഅബ ശരീഫിന്റെ അടുത്ത് വെച്ച് അല്ലാഹു അക്ബർ 1,00,000 തക്ബീർ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി 1,00,000 വജ്ജഹ്തു. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ 1,00,000 ഫാത്തിഹ. ഒരു സൂറത്ത് ഓതിയാൽ 1,00,000 സൂറത്ത്. ഒരു റുക്വ ചെയ്താൽ 1,00,000 റുക്വ. 3 തസ്ബീഹ് ചൊല്ലിയാൽ 3,00,000 തസ്ബീഹ്. 2 പ്രാവശ്യം സുജൂദ് ചെയ്താൽ 2,00,000. ഓരോ സുജൂദിലും 6 തസ്ബീഹ് ചൊല്ലിയാൽ 6,00,000. അപ്പോൾ ഒരു റക്അത്ത് നിസ്കാരം കഴിയുമ്പോഴേക്ക് എത്ര ലക്ഷമായി? സൂറത്തുൽ ഫാത്തിഹ എത്ര ഹർഫാണ്? 156 ഹർഫാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു ഹർഫ് അവിടെ നിന്ന് ഓതിയാൽ ഒന്നിന് 1,00,000. 1,00,000 ബിസ്മില്ലാഹിക്ക്, ഒരു ബിസ്മില്ലാഹിക്ക് 1,00,000, ഒരു ഫാത്തിഹക്ക് 1,00,000. അപ്പൊ 156 ഹർഫാണ് വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ 156 ഹർഫാകുമ്പോൾ എത്ര ലക്ഷമായി? 156 ലക്ഷമായി. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ 1,00,000-ൽ ചുരുങ്ങിയ പ്രതിഫലം കഅബ ശരീഫിൽ ചെയ്യുന്ന ഒരു ഇബാദത്തിനും കഅബത്തിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ എല്ലാ ആരാധനകൾക്കും ഒന്നിന് 1,00,000. എന്താ കാരണം? അത് കഅബ ശരീഫാകുന്ന ആരാധനകളുടെ കേന്ദ്രമായ, ആരാധനയുടെ ഖിബ്ലയായ കഅബ ശരീഫ്. ആ കഅബ ശരീഫിലേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കഅബ ശരീഫിനെ നാം നോക്കിയാൽ നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കണമെങ്കിൽ, നമ്മുടെ ആരാധന പൂർത്തിയാകണമെങ്കിൽ ഈ 2 ഖിബ്ലയും ഒരുമിച്ച് നിൽക്കണം. ഒന്ന് ആരാധനയുടെ ഖിബ്ല കഅബ ശരീഫ് അല്ലേ? ഇനി ആ ഖിബ്ലയുടെ കേന്ദ്രത്തിലേക്ക്, ആ ഖിബ്ലയാകുന്ന കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കഅബ ശരീഫിന്റെ മക്കൾ എന്ന് പാരങ്കാരികമായി പറയാം നമുക്ക്. നമ്മുടെ ജുമുഅത്ത് പള്ളി, നമ്മുടെ നിസ്കാര പള്ളി, ഇതൊക്കെ ഏതാണ്? കഅബത്തിന്റെ മക്കളാണ് അല്ലേ? മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി? വലിയ വലിയ ജുമുഅത്ത് പള്ളിയൊക്കെ കഅബത്തിന്റെ മക്കളാണ്. ചെറിയ നിസ്കാര പള്ളിയൊക്കെ കഅബത്തിന്റെ പേരമക്കളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ കഅബത്തിന് കൊടുക്കുന്ന അത്ര ഇല്ലെങ്കിലും അതിന് അടുത്തൊരു ബഹുമാനം ഏതിന് കൊടുക്കണം? പള്ളിക്ക് കൊടുക്കണം അല്ലേ? നമ്മളെ പള്ളിയിൽ ഒതുവോടുകൂടെയല്ലേ നമ്മൾ കയറാറുള്ളൂ. പള്ളിയിൽ എഴുത്തിക്കാപ്പിരുന്നെങ്കിലല്ലേ എഴുത്തിക്കാപ്പിന് പ്രതിഫലമുള്ളൂ. പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചാലേ 27 പ്രതിഫലം കിട്ടുന്നുള്ളൂ. അല്ലാഹു റബ്ബി, പള്ളിയുടെ ബഹുമാനം. ആ പള്ളിയുടെ നേരെ താഴെ ചെറിയ പള്ളി, ജുമുഅത്ത് പള്ളി വേറെ, നിസ്കാര പള്ളി വേറെ. ഇങ്ങനെ കഅബത്തിന് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ പള്ളികൾക്കുള്ള ബഹുമാനം ഓർത്തു നോക്കൂ നിങ്ങൾ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയുടെ ഖിബ്ലക്ക് ബഹുമാനം കൊടുത്തപ്പോൾ അത് നിങ്ങളോട് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഈമാനിന്റെ ഖിബ്ല മുഹമ്മദ് മുസ്തഫ. എത്രയാണ് മുത്തുനബിയുടെ ബഹുമാനം? മുത്തുനബിയുടെ ബഹുമാനം എത്രയാണ്? ഞാൻ ഒരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആരാണത്? വാപ്പയും സ്വഹാബി, മകനും സ്വഹാബി. വാപ്പയും സ്വഹാബി, മകനും സ്വഹാബി. അങ്ങനെയുള്ള ആളാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ പറയുകയാണ്, എന്റെ കൊച്ചുനാളിൽ എന്റെ ഉപ്പ എന്നെയും കൂട്ടി മുത്തുനബിയുടെ അടുക്കലെത്തി. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കുറെ സ്വഹാബാക്കൾ അവിടെയുണ്ട്. അബീ ഹുറൈറ തങ്ങളൊക്കെ അക്കൂട്ടത്തിലുണ്ട്. ഞാൻ അവിടെ ചെന്ന് അടുത്തിരുന്നപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ നബിയുടെ ശറഫാക്കപ്പെട്ട കൈ ഇങ്ങനെ നീട്ടിയപ്പോൾ എന്റെ ഉപ്പ എന്റെ കൈയെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈയിലേക്ക് ഞാൻ എന്റെ കൈ വെച്ചപ്പോൾ എന്റെ ശരീരത്തിന് വല്ലാത്തൊരു പരിവർത്തനം, എന്റെ മനസ്സിന് വല്ലാത്തൊരു വ്യത്യാസം. പടച്ചവനെ, എനിക്ക് എന്തൊക്കെയോ പരിവർത്തനം വന്നതുപോലെ എന്റെ മനസ്സും ശരീരവുമാകെ മാറിക്കഴിഞ്ഞു. ഞാൻ ആ സന്തോഷത്തിൽ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കൈവച്ചുകൊണ്ട് കുറെ സമയം ഇരുന്നു. നബി തങ്ങൾ കൈ വലിച്ചില്ല, ഞാനങ്ങനെ കൈവച്ചുകൊണ്ടിരുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി തന്നുകൊണ്ട് എന്നോട് ബൈഅത്ത് ചെയ്തു. ആ സ്വഹാബി പറയുകയാണ്, മുത്തുനബി എനിക്ക് ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കൈ ഇങ്ങോട്ട് എടുത്തപ്പോൾ മുത്തുനബിയുടെ കയ്യിൽ ഇത്ര സമയം കൈവച്ചുകൊണ്ട് നിൽക്കാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട്
എന്റെ കൈ ഞാൻ തന്നെ ഒന്ന് ചുംബിച്ചു. മുപ്പര് പറയാം, എന്റെ കൈ ഞാൻ തന്നെ ഒന്ന് ചുംബിച്ചു നോക്കുമ്പോൾ കയ്യിന് കസ്തൂരിയുടെ വാസന വരികയാ. ആ കസ്തൂരിയുടെ വാസന ഇങ്ങനെ വന്നപ്പോൾ എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഒരു വല്ലാത്ത കസ്തൂരിയുടെ വാസന? മുത്തുനബിയുടെ കൈ തൊട്ടതിന്റെ വാസനയാണ്. എന്നാൽ ആ സ്വഹാബി പറയുന്നു, 63-ാമത്തെയോ 67-ാമത്തെയോ വയസ്സിലാണ് അദ്ദേഹം പിന്നെ വഫാത്താകുന്നത്. ഈ വഫാത്താകുന്നതിനിടക്ക് മുത്തുനബിയുടെ കയ്യിൽ വെച്ച എന്റെ കൈ ഞാൻ ഒരിക്കലും ഒരു മാലിന്യത്തിൽ വെച്ചിട്ടില്ല, ഒരു മ്ലേച്ഛമായതിൽ വെച്ചിട്ടില്ല. എനിക്ക് ജലദോഷം പിടിക്കുന്ന സമയത്ത് ആ കൈ കൊണ്ട് ഞാൻ മൂക്ക് പിയ്യാറില്ല, ഒരു മലിനമായ സ്ഥലത്ത് വെച്ചിട്ടില്ല. എത്രത്തോളം എന്റെ വലത്തെ കൈ കൊണ്ട് മുത്തുനബിയുടെ ബൈഅത്ത് ചെയ്ത ശേഷം എന്റെ ആ വലത്തെ കൈ എന്റെ സ്വന്തം ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് പോലും എന്റെ വലത്തെ കൈ ഞാൻ കൊണ്ടുപോയിട്ടേ ഇല്ല. 67-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോഴും മുത്തുനബിയെ തൊട്ട ആ കസ്തൂരിയുടെ വാസന എന്റെ കയ്യിലുണ്ടാകുമായിരുന്നു. മാത്രമല്ല, മറ്റൊരു സ്വഹാബിയായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾക്കൊരു രോഗമായി, അദ്ദേഹത്തിന് കാല് മുറിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ രോഗബാധിതനായി കിടക്കുമ്പോൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മലക്കുകൾ വരും. എന്നിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ആ സ്വഹാബിയുടെ വലത്തെ കൈ പിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുകയാണ് ആ സ്വഹാബിയെ. എന്താ കാരണം? ഹബീബ് റസൂലുള്ളാഹി മുത്തുനബിയുടെ കൈ തൊട്ട കൈയായതുകൊണ്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ ഖിബല, നേരത്തെ ഞാൻ പറഞ്ഞത് ആരാധനയുടെ ഖിബല. ആരാധനയുടെ ഖിബലയായ കഅബത്തിന്റെ മക്കളെ പരമ്പരയാണ് ലോകത്ത് കാണുന്ന ജുമുഅത്ത് പള്ളികളും നിസ്കാര പള്ളികളും ഒക്കെ. അതിന്റെ ബഹുമാനം നമുക്കറിയാലോ. എങ്കിൽ ഹബീബ് റസൂലുള്ളാഹ് ആ മുത്തുനബിയുടെ ചോരയിൽ പിറന്ന കുടുംബ പരമ്പരയാണ് അഹ്ലു ബൈത്ത് റസൂലില്ലാഹി. നമ്മുടെ നാട്ടിലൊക്കെ തങ്ങന്മാർ എന്ന് പറയുന്നത് അവർക്കാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മോള് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുത്തെ പുതിയാപ്പള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ പരമ്പരയിൽ വരുന്നതാണ് മുത്തുനബിയുടെ ചോരയിൽ പിറന്ന മക്കൾ. ആ ചോരയിൽ പിറന്ന മക്കളെ പരമ്പരയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ, ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ 40ഓളം വരുന്ന അഹ്ലു ബൈത്ത് പരമ്പരയുണ്ട്. അതിലേറ്റവും പ്രമുഖമായ പരമ്പര ബഅലവി സാദാത്യങ്ങളാണ്. അത് മദീനയിൽ നിന്ന് യമനിലെ ഹളറമൗത്ത് തെരീം വഴി നമ്മുടെ നാട്ടിലേക്ക് വന്ന കുടുംബ പരമ്പരയുടെ അടിത്തറയാണ് ബഅലവി സാദാത്യങ്ങൾ. ആ സാദാത്യങ്ങളെ പരമ്പരയിലെ ഓരോന്നാണ് ബാഫഖി സാദാത്യങ്ങൾ, ശിഹാബുദ്ദീൻ സാദാത്യങ്ങൾ. ബാഫഖി തങ്ങളെ പരമ്പര, ശിഹാബുദ്ദീൻ സാദാത്യങ്ങൾ എന്നാണ് പാണക്കാട് തങ്ങന്മാര്, ഹൈദറൂസി സാദാത്യങ്ങൾ, ജമലുല്ലൈലി സാദാത്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ കാണുന്ന അത്തരം ഒരുപാട് സാദാത്ത് ബഅലവി സാദാത്യങ്ങളാണ്. എന്നാൽ മദീനയിൽ നിന്ന് ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാറ എന്ന നാടുണ്ട്, സമർക്കന്ത്, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്കമനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയ 18 രാജ്യങ്ങളിൽപ്പെട്ടതാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു, അല്ലാഹ് 18 രാജ്യം വിട്ടല്ല എന്ന് പഴയ നാടോടി പാട്ടിലൊക്കെ കാണാം. ആ ബഹുമാനപ്പെട്ട ഭരണം നടത്തിയ 18 രാജ്യം, ആ 18 രാജ്യങ്ങളിൽ ഒന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. ആ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് താഷ്കന്റ്. താഷ്കന്റിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമൊക്കെയുള്ള ബുഖാറ. അവിടെ വന്ന് താമസിച്ചിരിക്കുന്ന അഹ്ലു ബൈത്ത് പരമ്പരയിൽപ്പെട്ട ആളുകൾ കേരളത്തിൽ വന്നു. ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വളപട്ടണം, സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ കണ്ണൂർ സിറ്റി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ കൊച്ചി ചെമ്പിട്ടപള്ളി. അവരുടെ പരമ്പരയാണ് നമ്മൾ താജുൽ ഉലമ തങ്ങൾ അടക്കമുള്ള, ഇവിടെ ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കോയമ്പ തങ്ങൾ അടക്കമുള്ള ബുഖാരി സാദാത്യങ്ങൾ.
40ഓളം വരുന്ന സാദാത്ത് പരമ്പര. ആ സാദാത്ത് പരമ്പരയിൽ നമുക്ക് നോക്കിയാൽ അവരുടെ ഇന്നത്തെ ഇപ്പോൾ ഇവിടെ നേതൃത്വം നൽകുന്ന കോയമ്പത്തങ്ങൾ പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുപ്പാപ്പ, 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 36ാമത്തെ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ സയ്യിദന്മാർ ഈമാനിന്റെ ഖിബിലയിലേക്ക് എങ്ങനെ മുട്ടുന്നു എന്ന് നാം പഠിക്കണം. നമ്മുടെ നിസ്കാരപ്പള്ളി, ജുമുഅത്ത് പള്ളി, പള്ളികൾ ഇങ്ങനെ പോയാൽ അതിന്റെ കേന്ദ്രം മസ്ജിദുൽ ഹറാം, കഅബ ശരീഫ് നിൽക്കുന്ന പള്ളിയാണ്. ആ കഅബ ശരീഫിലേക്ക് സൂത്രത്തിൽ നിൽക്കുന്ന പള്ളികളെല്ലാം ലോക മുസ്ലിംകൾ ആരാധിക്കുന്ന പള്ളികളാണ്. അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കണം പള്ളികൾ. മുഗൾ ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ മാലാഖമാർ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ പ്രകാശിച്ച് കാണുന്നത് അള്ളാഹുവിന്റെ പള്ളികളാണ് എന്ന നമ്മെ കിതാബുകൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മേലോട്ട് നോക്കിയാൽ നക്ഷത്രം കാണുന്നത് വെളിച്ചമായിട്ട്, അതേപോലെ മലക്കുകൾ താഴോട്ട് നോക്കിയാൽ കാണുന്നത് ഏതാണ്? അള്ളാഹുവിന്റെ പള്ളികൾ പ്രകാശിച്ചു നിൽക്കുന്നതായിട്ടാണ്. ആ പള്ളികൾക്ക് നാം കൊടുക്കുന്ന ബഹുമാനം അത് കഅബ ശരീഫിലേക്ക് ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ്. അത് ആരാധനയുടെ ഖിബലയാണ്. എങ്കിൽ ഈമാനിന്റെ ഖിബലയായ മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബിയുടെ കുടുംബ പരമ്പരയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് ഒരുപാട് മഹാന്മാരെ കാണാം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ലോക മുസ്ലിങ്ങൾ എവിടെ വെച്ച് പേര് പറഞ്ഞാലും സിന്ദാബാദ് എന്ന് വിളിക്കുന്ന മഹാന്മാരുണ്ട്. അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. ലോകത്തെ എവിടെ വെച്ചുകൊണ്ട് പറഞ്ഞാലും അവരെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദ് എന്ന് വിളിക്കും മുസ്ലിമീങ്ങൾ. അതിൽപ്പെട്ട മഹാനാണ് ഖാജ തങ്ങൾ. മഹാന്മാരുടെ ആ ചരിത്രം ഇങ്ങനെ നോക്കിയാൽ നമുക്കൊക്കെ അറിയാലോ. അൽ അഖ്താബുൽ അർബഅ, 4 കുതുബികൾ. അവരിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ മഹാനാണ് ആര്? ഗൗസുൽ ആസം തങ്ങൾ. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പരമ്പര ഉമ്മ വഴിക്ക് പരിശോധിച്ചാലും വാപ്പ വഴിക്ക് പരിശോധിച്ചാലും മുത്തുനബിയിലേക്ക് ഹസനി തറവാട്, ഹുസൈനി തറവാട്. അതെങ്ങനെ നമ്മളെ ഉമ്മമാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. മുത്തുനബിയുടെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. എന്താണ് അവരെ കുറിച്ച് പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്? ഈ ഭാഗത്തൊക്കെ വന്നോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ആ നാട്ടിൽ കൂടെ ഒക്കെ പുതിയ കുറെ പാർട്ടിക്കാർ, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, തബ്ലീഗ്, സലഫി, വഹാബി, ഇങ്ങനെയൊക്കെയുള്ള പല സൈസുണ്ട്. അള്ളാഹു ഓരോ സ്വർണ്ണത്തോട്ട് നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ആമീൻ കേട്ട് നോക്കിയാൽ ഇവിടെ ഇല്ലാത്ത മാതിരിയാണല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ആമീൻ പറഞ്ഞാൽ ഏറ്റവും ശക്തിയായിട്ട് ആമീൻ പറയും. കാരണം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹ് ഓതി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഈ പാർട്ടി മുഴുവനും. പേരുകൾ എന്ത് പറഞ്ഞാലും പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഉമ്മയുടെ ഗർഭാശയത്തിരിക്കുമ്പോൾ ഉമ്മ ഓതിയ ഖുർആന് ഗർഭാശയത്തേക്ക് നമുക്ക് ഫലം ചെയ്യും. ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നമ്മൾ കേട്ടത് അല്ലാഹ്, നമ്മൾ കുടിച്ച മുരപ്പാല് ബിസ്മില്ലാന്ന് കൂട്ടിയിട്ടാണ് അല്ലേ. പിന്നെ ഭൂമിയിൽ താമസിക്കുന്ന കാലത്തൊക്കെ അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതാണ് നമ്മുടെ ജീവിതം. എന്നിട്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസി മരിക്കുന്ന സമയത്ത് ആ മരിക്കുമ്പോൾ അയാൾക്ക് അവസാനം പറയേണ്ടത് അല്ലാഹ്. അവിടെ ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹ്. മുജാഹിദോ ജമാഅത്തോ ഖാദിയാനോ നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും ശരി, അവരൊക്കെ പറയുന്നത് എന്താ? മരിക്കുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹ് ഓതി കൊടുക്കരുത്, മരിക്കുന്ന സമയത്ത് അല്ലാഹ് ചൊല്ലി കൊടുക്കരുത് എന്ന്. പടച്ചോനെ ആ പാർട്ടിയുടെ സ്വർണ്ണത്തോട് ഞങ്ങൾ നീ കാക്കണേ റഹ്മാൻ. ചെറിയ ഫിത്തനയല്ല. മരിക്കുമ്പോ അല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ എന്റെ സ്ഥിതി? അവര് പറയുന്നത് ഒക്കെ സാധാരണ. റസൂലുള്ള ഒരു സാധാരണ മനുഷ്യൻ, കഅബ ഒരു സാധാരണ വീട്, അമ്പിയാക്കളൊക്കെ സാധാരണ, ഔലിയാക്കളൊക്കെ സാധാരണ. ഈ സാധാരണ എന്ന പദം ചേർത്തുകൊണ്ട് മറ്റു മതക്കാർക്ക് പോലും ഇസ്ലാമിന്റെ ഔലിയാക്കളോടും പള്ളികളോടുമുള്ള ബഹുമാനം ഇല്ലാതാക്കുന്ന പാർട്ടിക്കാരാണ്. ഞാൻ അവരെ പറ്റി വിശദീകരിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ ഖൈർ ബീവി റളിയല്ലാഹു അൻഹയുടെ വാപ്പ ആരാണ്? അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. അവരുടെ വാപ്പ അവരുടെ വാപ്പ അവരുടെ വാപ്പ
അവരുടെ വാപ്പ 13ാമത്തെ ഉപ്പാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു, 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദ് മുസ്തഫ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മ വഴിക്ക് ഹുസൈനി തറവാട്ടിൽ 15ാം പരമ്പരയാണ്. ഇനി വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വാപ്പ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ 12ാമത്തെ ഉപ്പാപ്പ ഹസൻ റളിയല്ലാഹു അൻഹു, 13 അലി റളിയല്ലാഹു അൻഹു, 14 മുഹമ്മദ് മുസ്തഫ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തുന്ന മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഉമ്മ വഴിക്ക് 15ാമത്തെ പരമ്പര, വാപ്പ വഴിക്ക് 14ാമത്തെ പരമ്പര. ഉമ്മമാരെ അറിയാൻ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു 35 വയസ്സായാൽ തന്നെ സ്ത്രീകളൊക്കെ പ്രസവം നിർത്തുക അല്ലേ? നിങ്ങളതിലൊക്കെ കുട്ടികൾ 2 3 1 മദീന. മാറാട് കലാപം പോലത്തെ ഒരു കലാപം നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരിക്കണം. ഉണ്ടാകുമ്പോഴല്ലേ അറിയുള്ള മക്കൾ എത്രണ്ണമാണെന്നുള്ളത്. 1. രണ്ടാമത്തത് ആകെ എത്ര ആള് മതി എന്ന് വെച്ചു? 2 മതി, ഒരു പെണ്ണും ഒരാളും. 2 ആളും വലുതായി. ഓളെ കെട്ടിച്ചു, ഓള് ഖത്തറില. ഓൻ ഡോക്ടറായി, ഓൻ കുവൈത്തിലോ. ഇവിടെ വലിയ വീട്. ആരാണ് ഇവിടെ ഉള്ളത്? വാപ്പയും ഉമ്മയും. ഇവർക്ക് 2 പേർക്കോ സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് മുട്ടുകാലിന് വേദന, വാപ്പാക്ക് പെരണി വേദന, 2 ആൾക്കും സുഖം. ഇവർ 2 ആള് ശുശ്രൂഷിക്കാൻ ആരുണ്ടോ? ഇല്ല. 15 ദിവസത്തിന് ലീവ് എടുത്തിട്ട് മോൻ വന്നു കുവൈത്തുന്നു. മോൻ വന്നിട്ടോ വാപ്പാക്ക് വയസ്സായ ആളല്ലേ. വാപ്പ ചിലപ്പോ പറയും ഇവിടെയാണ് വേദന, പെരടി കൈപ്പര, ചിലപ്പോ പറയും പെരടിക്കാ വേദന, ചിലപ്പോ പറയും ഇവിടെ മുതുകിനാണ് വേദന. വാപ്പാനെയും കൂടെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് നോക്കുമ്പോഴോ രോഗം നിർണയിക്കാൻ തന്നെ 10 ദിവസം കൊണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? പെരടിന്റെ ഡോക്ടർക്ക് ഊരിനെ പറ്റി അറിയില്ല, ഊരിന്റെ ഡോക്ടർക്ക് മുട്ടുകയ്യിനെ പറ്റി അറിയില്ല. എന്തിനത്ര ദൂരെ പോണം? കണ്ണിന്റെ ഡോക്ടർക്ക് മൂക്കിനെ പറ്റി അറിയില്ല, മൂക്കിന്റെ ഡോക്ടർക്ക് പല്ലിനെ പറ്റി അറിയില്ല. എത്ര അടുത്തായാലും മൂലം നിൽക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? 15 ദിവസത്തെ ലീവിന് കുവൈത്തിൽ നിന്ന് മോൻ വന്നിട്ട് വാപ്പാന്റെ രോഗം എന്താണെന്ന് നിർണയിക്കാൻ കഴിയാതെ ഓൻ തിരിച്ചുപോയി. വാപ്പ ഇപ്പോഴും നല്ല കിടക്കന്നെയാണ്. ഉമ്മമാരെ മക്കൾ ഉണ്ടായിക്കോട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മുൽ ഖൈർ ബീവി റളിയല്ലാഹു അൻഹ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മാന്റെ വയസ്സ് എത്രയാണെന്നറിയോ? എത്രയാണ്? 60ാമത്തെ വയസ്സിലാണ് ഉമ്മുൽ ഖൈർ ബീവി മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഗർഭം ധരിക്കുന്നത്. 60ാമത്തെ വയസ്സ്. അതല്ലേ എന്റെ രസം. മാത്രമല്ല, എന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ജനിച്ചു. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് എത്ര മക്കളാണ്? എത്ര മക്കളാ? 27 ആണും 22 പെണ്ണും. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ മക്കളാണ്. എത്ര കുട്ടികളായപ്പോ? നിങ്ങളിങ്ങനെ ആലോചിച്ചോളി. സാക്ഷരതാ ക്ലാസ്സിൽ വയസ്സന്മാർക്ക് ക്ലാസ് എടുക്കാണ് ജോൺ സാർ. അപ്പൊ ചോദിച്ചു, ഒരു തേങ്ങക്ക് 3 രൂപ. അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എത്രയാവുന്നു? അപ്പൊ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് ചങ്ങായി ഇവ എഴുന്നേറ്റിട്ട് പറഞ്ഞു, തേങ്ങ കാണാതെ പറയാൻ പറ്റില്ല. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ എവിടെ എത്തും? ഇനി അത് ബുഖാരിയിലുണ്ടോ എന്ന് വെക്കണ്ട, അതൊരു ഉമ്മാമാന്റെ ഹദീസ് പറഞ്ഞതാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ 27ഉം 22ഉം എത്രയായി? 49 മക്കളുടെ വാപ്പയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്തേ 42 മക്കള്? നാളെ മഹ്ശറ മുറ്റത്ത് വരുമ്പോ ഹബീബ് റസൂലുള്ളാഹി മുത്തനബി പറഞ്ഞിട്ടുണ്ട്, അന ഉബാഹി ബികും യൗമൽ ഖിയാമ, നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അല്ലാഹുവിന് മുമ്പിൽ അഭിമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ചുറ്റുഭാഗത്ത് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ, അവിടുത്തെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹയും അവിടുത്തെ വാപ്പ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, ഒരു 2 ആളും ഇങ്ങനെ നിന്നാൽ യാ റബ്ബ് 49 മക്കള് മൂപ്പർക്ക്. മൂപ്പരും ഭാര്യയും എപ്പത്രയായി? 51. ഉമ്മയും വാപ്പയും എപ്പത്രയായി? ഒരുപാട് ജയിക്കാൻ ഇനി എവിടെയെങ്കിലും പോണം. അതുപോലെ എല്ലാവരും കൂടി വോട്ടാണ് ചെയ്താൽ ഏത് സ്ഥാനാർത്ഥിന് ജയിക്കണോ ഓരാണ് ജയിക്കണം. ഇല്ലേ? നമ്മളൊക്കെ നല്ലോണം കണക്ക് കൂട്ടിക്കോളെ. തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ മദ്രസ, അള്ളാഹുവിന്റെ വഖഫ് സ്വത്തുക്കൾ, ഇതൊക്കെ ആരിൽ സംരക്ഷിക്കപ്പെടും എന്ന് നോക്കിയിട്ടേ നമ്മുടെ സമ്മതിദാനാവകാശം ചെയ്യാവൂ.
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഇടകലർന്ന് സൗഹാർദ്ദത്തിൽ കഴിയുന്ന രാജ്യമാണിവിടെ. ഈ സൗഹാർദ്ദം ആരിലൂടെ സംരക്ഷിക്കാൻ പറ്റും? ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഒന്ന്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന പ്രതിനിധികൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കാര്യം പറയുന്നവരുമാണ്. വെറും പരിപ്പുവടിയും ചായയും കാണുമ്പോൾ മാത്രം വായു പോകുന്നതുകൊണ്ട് കാര്യമില്ല. അവിടെ പോയിട്ട് വല്ലതും പറയാൻ പറ്റണ്ടേ? അപ്പൊ കഴിവുള്ളവരും ബുദ്ധിയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നവരും, അത് ഞാൻ ആ ഭാഗം പറയേണ്ടതില്ല. അല്ലാഹു തആല നമുക്ക് ഖൈറായത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത്, സഹോദരന്മാരോട് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികം പ്രസവിക്കുന്ന സഹോദരിയെ മുത്തുനബിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ് കേട്ടോ. അധികം മക്കളുള്ള വാപ്പാക്ക് മുത്തുനബിയുടെ പ്രത്യേക പാരിതോഷികമുണ്ട് കേട്ടോ. എന്നാൽ ആ പരമ്പരയിൽ ഇങ്ങനെ വന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അഹ്ലു ബൈത്ത് പരമ്പരയാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ഞാൻ വേഗത്തിൽ അങ്ങോട്ട് വരാം. അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് സദഖ റസൂലുള്ളാഹി. എന്റെ അഹ്ലു ബൈത്തി എന്ന് പറയുന്നത് അത് നൂഹ് നബിയുടെ കപ്പലിന് സമാനമാണെന്ന് പഠിപ്പിച്ചത്. നമ്മളിതൊക്കെ ശരിക്കും പഠിക്കണം. കാരണം എന്തുകൊണ്ട്? പുതിയ തലമുറയിൽ വികലമായിരിക്കുന്ന വിശ്വാസം കടന്നുകൂടുകയാണ് ബിദ്അഈ പ്രസ്ഥാനക്കാരുടെ. നാളെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, വഹാബികൾ പ്രസംഗിച്ചാൽ അത് ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ആളുകൾ വഹാബിയായി പോവുകയാണ്, നിങ്ങളെ സുന്നി വേർന്ന മാതിരിയല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവുമോ അല്ലേ? അപ്പൊ അതെന്താ ഉസ്താദേ? അത് ആരോഗ്യമുള്ള രണ്ടാളെ ഇടയിൽ തീരെ ആരോഗ്യമില്ലാത്ത ഒരാളെ കൊണ്ടുപോയി എത്തിയാൽ ആരോഗ്യം കൊണ്ട് പകരും. നിങ്ങൾ രണ്ട് തടിച്ച ആളടിയിൽ ഈ കുട്ടി എത്ര നേരമായിരിക്കണേ, നമ്മളും തടിക്കട്ടെ, നീച്ചു പോകുമ്പോൾ ഓനാളുള്ള തന്നെ ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഓന രണ്ടാളെ അടിയിൽ നിങ്ങൾ രണ്ടാളും കുറേ നേരം ഇരുന്നാൽ നിങ്ങൾക്ക് തടി ഇങ്ങോട്ട് പകരും. ആരോഗ്യം അങ്ങനെ പകരുന്ന സാധനമല്ല, ആണോ? അതേ സമയത്ത് ചൊറി പിടിച്ചിരിക്കുന്ന രണ്ടാളടിയിൽ ഒരുത്തം പോയി ഇരുന്നോക്കട്ടെ, 2 മിനിറ്റോട്ട് ഓനിക്ക് മാതിരമുണ്ട്. അപ്പൊ ഒരാൾ വിചാരിക്കാണ് ചൊറിയാണ് ഹക്ക് എന്ന് വിചാരിച്ചാൽ ഓൻ ചൊറിഞ്ഞോട്ടെ എന്നല്ലാണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ആരോഗ്യമാണ്. അത് ആരോഗ്യം ഉണ്ടാവണോ? ഉമ്മാന്റെ മുലപ്പാല് നല്ലപോലെ കുടിക്കണം, നല്ലോണം മുട്ടിയും ചായയും കുടിക്കണം, നല്ലോണം ആരോഗ്യമുള്ള പോഷകാഹാരങ്ങൾ കഴിക്കണം, അപ്പോഴേ ആരോഗ്യം ഉണ്ടാവും. ചൊറി വേഗം പകരും. മനസ്സിലാക്കി? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന് വരുന്ന ചൊറിയാണ്, അത് വേഗത്തിൽ പകരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു മുജാഹിദ് ആള് വലിയ അഭിമാനത്തോടു കൂടെ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എന്റെ കുടുംബത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ മുജാഹിദുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളെ സുന്നികളാണ്. അയാളൊരു സഭയിൽ വലിയ ഉഷാറായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയായിരിക്കും, ഇതുപോലത്തെ ഒരു വാക്ക് ഞാൻ ഈ വർഷം 2ാമത്തെ ആളെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പൊ അയാൾ ചോദിച്ചു, ആദ്യ ആയിരത്തിനെ കേട്ടതെന്ന്. ഞാൻ ഇന്നാളെ കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ രോഗികളൊക്കെ ഇതേ വാക്കാ പറഞ്ഞു, ഉസ്താദെ, എന്റെ കുടുംബത്തിൽ എനിക്ക് തന്നെ ഈ രോഗമുള്ളൂ, വേറെ ഇത് പുറത്താണ്, മറ്റത് അകത്താണെന്ന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇവിടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഈമാനിന് കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുന്ന പുതിയ പാർട്ടിക്കാര്, അവരെ കണ്ടുകൊണ്ട് ഔലിയാക്കളെ നിഷേധിക്കണ്ട. നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പേരക്കിടാവിനെ അല്ലാഹു തആല വിളിക്കുകയാണ്. മഹാന്മാരായ ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്ക് യഖ്ളത്തിലും സ്വപ്നത്തിലും ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പേരക്കിടാവിനെ അല്ലാഹു തആല വിളിച്ചു, യാ മുഈനദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ ذاك مسكنك ومدفنك صدق رسول الله. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പ്രിയങ്കരനായ സ്നേഹിതൻ നമ്മുടെ മദനി ഉസ്താദ് അവർ നല്ല വാത് പറയുന്നുണ്ട് ഖാജാ തങ്ങളെ പറ്റി. ഒരു പക്ഷേ നിങ്ങൾ കേട്ടത് തന്നെയായിരിക്കും ഞാൻ പിന്നെയും പറയണ്ടത്. ഇൽമല്ലേ, ഒന്നും കൂടി പുതുക്കാൻ മതി. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത്, ഖാജാ തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മുഈനുദ്ദീൻ, പ്രിയപ്പെട്ട മോൻ മുഈനുദ്ദീനെ, അൻത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയും രക്ഷാധികാരിയുമായി ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഓർഡർ.
ഇനി മുതൽ ഭൂമിയുടെ ഉപരിഭാഗത്തും ഭൂമിയുടെ അന്തർഭാഗത്തും ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും ഇനി നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം അത് ഇന്ത്യ രാജ്യമാണ് എന്ന് നബി തങ്ങൾ നേരിട്ട് വിളിച്ച് അധികാരപ്പെടുത്തി. എന്നിട്ട് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഇറാഖിൽ വന്നു. ഇറാഖിൽ വന്നിട്ട് ഇറാഖിൽ നിന്ന് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാണ്ഡഹാറിൽ വന്നു. കാണ്ഡഹാറിൽ നിന്ന് ഡൽഹിയിൽ വന്നു. പൃഥ്വിരാജന്റെ ആളുകൾ ഡൽഹിയിൽ വലിയ സെക്യൂരിറ്റി ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഖാജാ തങ്ങൾ ഡൽഹിയിലെത്തി. അവിടെ നിന്ന് അജ്മീർ ഷരീഫിൽ നബി തങ്ങൾ കാണിച്ചു കൊടുത്ത മരത്തിന്റെ തണലിലെത്തി. ആ മരത്തണലിൽ ഇരുന്നു കൊണ്ട് ഖാജാ തങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പരിസരത്ത് നിന്ന് ശൈത്താനെ മാറ്റി നിർത്തി. പരിസരത്ത് നിന്ന് ശൈത്താനെ മാറ്റി നിർത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ മലക്കുകൾ വരാൻ തുടങ്ങി. ഫാത്തിഹ ഓതി തീർന്നപ്പോൾ സയ്യാഹിങ്ങളായ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബിങ്ങളായ മലക്കുകൾ, മുഅക്കിരീങ്ങളായ മലക്കുകൾ, മലായിക്കത്തിന്റെ ബറ്റാലിയൻ ഖാജാ തങ്ങളെ ചുറ്റുഭാഗത്തെ മലായിക്കത്ത് നിറഞ്ഞു. ഇരുന്ന ഇരിപ്പിൽ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഖുർആൻ ഓതിട്ട് ഒരു ഖത്തം തീർന്നു. ഒരു ഖത്തം അങ്ങ് തീർന്നപ്പോൾ ചുറ്റുഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്നത്? കബിന്നാ ഖതമക യാ മുഈനുദ്ദീൻ, ഓ മുഈനുദ്ദീൻ തങ്ങളെ, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖുർആൻ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഖാജാ തങ്ങൾ ഒരു പ്രത്യേകതയാണ്. എപ്പോ ഖുർആൻ ഓതി തീർന്നോ ഖത്തം തീരുമ്പോൾ പരിസരത്ത് നിന്നൊരു ശബ്ദം കേൾക്കും. ഖബിൽനാ ഖതമക യാ മുഈനുദ്ദീൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഓർഡർ, ഒരു അറിയിപ്പ്, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖത്തം നാം സ്വീകരിച്ചിരിക്കുന്നു. ഖാജാ തങ്ങൾ പകലിൽ ഒരു ഖത്തം ഓതി, രാത്രി ഒരു ഖത്തം ഓതി. പകലും രാത്രിയും ഒരേപോലെ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ആ പ്രദേശം മുഴുവനും മലായിക്കത്തിനെ കൊണ്ട് നിറച്ചു. നമ്മുടെ വീടുകളിലൊക്കെ പിശാച് വരാതിരിക്കാൻ, നമ്മുടെ വീടുകളിൽ ശൈത്താന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ, നമ്മുടെ വീടുകളിൽ എവിടെയും പൈശാചികമായ ഉപദ്രവം കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മുടെ വീടുകളൊക്കെ കൊച്ചു വീടാണ്. ഇന്നത്തെ പോലെ ടെറസ് ബിൽഡിങ്ങുകളല്ല, ചെറിയ ചെറിയ വീട്, അതുപോലെ തന്നെ പുല്ല് മേഞ്ഞിരിക്കുന്ന വീട്. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് നല്ല ഐക്യമുണ്ടായിരുന്നു, നല്ല സ്വസ്ഥതയുണ്ടായിരുന്നു, നല്ല സമാധാനമുണ്ടായിരുന്നു. എന്തേ കാരണം? നമ്മളെ വീട്ടിന്റെ അങ്ങോട്ട് കയറി ചെല്ലണം. ഇപ്പൊ ഇതിന് സിറ്റ് ഔട്ട് എന്നാണ്, നേരത്തെ അതിന് കൊലായി എന്നാണ്, അല്ലേ? എന്താണ് പറയുന്നത്? കൊലായി എന്നുണ്ട്, നിങ്ങൾക്കറിയില്ല? പറഞ്ഞ ഇവിടെ അറിയില്ല? ഇവിടെ കണ്ണിന് മുഴുക്ക് എന്നാ പറയുന്നത് ഞാൻ അറിയില്ല. എന്റെ ഓരോ നാട്ടിലും ഓരോ രീതിയില്. ഞങ്ങളെ ആ നാടൊക്കെ ഇതുപോലെ മലയോര പ്രദേശം. അപ്പൊ ആ മലയോര പ്രദേശത്ത് ഈ ക്രൈസ്തവ സഹോദരന്മാര് അവര് പത്തനംതിട്ട, തിരുവല്ല, പാലായിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? അവരുടെ മലയാളവും നമ്മളെ മലയാളമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടോ? അല്ലേ? ഓ, നമ്മളെ ചായക്കടയിൽ രണ്ട് ചേട്ടന്മാര്, ജോസഫും ജോയും, അവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ മഴ പെയ്തു. മഴ ഇങ്ങനെ പെയ്തപ്പോ അവര് പറഞ്ഞു, നമ്മളെ കാക്കായി മഴ കൊള്ളാം. നമ്മളെ കാക്കാന്ന് കൊള്ളാൻ ഇതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തേക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊള്ളാന്നുണ്ടെന്നാ. അപ്പൊ കണ്ടങ്ങള് അവര് മഴ കൊള്ളാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മള് മഴ കൊള്ളുക അതിന്റെ അർത്ഥം എന്താ? അപ്പൊ വ്യത്യാസം ഉണ്ടാകും. അപ്പോ കൊലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായി വിഷയം, അല്ലേ? പഴയ കാലത്തൊക്കെ വീടിന്റെ കൊലായിലേക്ക് ഇങ്ങോട്ട് വരാം. ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി നമ്മളെ വീട്ടിന്റെ കോലായിലേക്ക് ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ വീട്ടിന്റെ പിതാവ് വാപ്പ കോലായിലിരിക്കുന്നുണ്ട്. ചുറ്റുഭാഗത്ത് ചെറിയ മക്കൾ എന്നിട്ട് പഠിച്ചത് ഓതാന്നാ പറയാറ്, അല്ലേ? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാ ഒരു കുട്ടി ഖുൽ ഹുവല്ലാഹ്, മറ്റേ കുട്ടി തബ്ബത് യദാ അബീ ലഹബ്, മറ്റേ കുട്ടി അനന്തത കൈഫ. വാപ്പ ഇങ്ങനെ പഠിച്ചത് ഓതുന്നത് ശ്രദ്ധിക്കുക. ഇബ്ലീസ് നമ്മളെ മുറ്റത്ത് വന്നിട്ട് വീട്ടിക്ക് കയറാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടു. ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഇബ്ലീസിനെ അങ്ങോട്ട് കടക്കാൻ പറ്റൂല. രണ്ട്, ഇബ്ലീസ് വല്ല ബാക്കിലോട്ട് വന്നിട്ട് അപ്പുറം കയറാൻ വിചാരിച്ചിട്ട് കിച്ചന്റെ ഭാഗത്ത് കൂടെ വന്നു നോക്കുമ്പോൾ അവിടെയുണ്ട് നമ്മളെ ഉമ്മ ഇരുന്നിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇബ്ലീസ് അവിടുന്ന് മടങ്ങി അപ്പുറത്ത് കൂടെ വന്നിട്ട് ജനലിന്റെ ഉള്ളിലൂടെ റൂമിലേക്ക് കയറാൻ വിചാരിച്ചു നോക്കുമ്പോൾ നമ്മളെ മോള് അവിടെ ഇരുന്നിട്ട് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്,
സുബ്ഹാന ജല്ല ജലാലു. എന്നാ പിന്നെ അപ്പുറത്തെ റൂമിലേക്ക് കയറാൻ വിചാരിച്ചാൽ അവിടെ പുരാപ്പള ഇരുന്നുകൊണ്ട് ഇതാവക്കാലത്തിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ വീടുകളിലെ ആ റൂമിൽ ഇതാവക്കാലത്തി, ഇവിടെ തബാറക്ക, ഇവിടെ യാസീനി, ഇവിടെ ഖുൽ ഹുവല്ലാഹു. നമ്മുടെ പഴയ വീടുകളിൽ ഇബ്ലീസിന് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എന്തൊരു ഐക്യമാണ്, എന്തൊരു സാഹോദര്യമാണ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു സമാധാനമാണ്. ഇന്ന് നമുക്ക് സിറ്റ് ഔട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാള്, ബെഡ്റൂം, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എനിക്ക് പേരറിയുന്നതും അറിയാത്തതുമായ റൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയാണ് ഖുർആൻ ഓതുന്നത്? എവിടെയാണ് ഖുർആൻ ഓതുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാത്രമല്ല പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകൾ നോക്കിയാൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് മക്കളുണ്ടായിരുന്നു. നമ്മളവിടെ ഒരു ആചാര്യക്ക് സുബ്ഹാനല്ലാഹ് 18 മക്കളാണ്. 18 മക്കളും ഉമ്മയും ബാപ്പി. എത്ര ആളായി? ഒരു ദിവസം കള്ളന്മാര് മതില് ചാടിയിട്ട് ഇയാളെ മുറ്റത്ത് വന്നു നോക്കുമ്പോൾ മുറ്റത്ത് നിറയെ ചെരുപ്പ. ഈ കള്ളന്മാര് വിചാരിച്ചപ്പോൾ അവരെ ജനറൽ ബോഡി നടക്കുന്നത്. വന്ന വഴിക്ക് പിന്നെ അവരെ കണ്ടിട്ടില്ല. ഇന്ന് നമ്മളെ വീട്ടിൽ വന്ന് നോക്കിയാൽ ആകെ 1.5 ചെരുപ്പേ ഉണ്ടാവും. കള്ളന്മാർക്ക് അതിന്റെ അകത്ത് കയറി TV ഓൺ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായി അന്നവണ്ണം വിശ്രമിച്ച് AC ഒക്കെ ഓൺ ചെയ്ത് എന്താ ആഭരണങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ആക്കാത്തിനെടുത്ത് വെച്ച് റാഹത്തയച്ച് പോയാൽ മതി. അല്ലേ? അല്ലാഹു കാക്കട്ടെ. ആയത്തുൽ കുർസിയും ഇദാവക്കയത്തിൻ തബാറക്കയും അതും പോയി, നമ്മളെ കയ്യിലൊന്നുമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതണം. നമ്മുടെ ശരീരത്തിന് കാവലാണ് ഖുർആൻ, നമ്മുടെ വീടിന് കാവലാണ് ഖുർആൻ, നമ്മുടെ ഈമാനിന് കാവലാണ് ഖുർആൻ. ഖുർആൻ ഓതാത്ത വീട് ശവകുടീരം പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മലായികത്ത് വരണോ? നമ്മുടെ വീട്ടിൽ എല്ലാത്തരം മലക്കുകളും വരണം. സയ്യാഹിങ്ങളായ മലക്കുകളുണ്ട്. ഖുർആനോത്ത് കേട്ടാൽ പറന്നെത്തും. ഹഫളത്തിന് മലക്കുകളുണ്ട്, അവർ കൂടെ നിൽക്കും. റഹ്മത്തിന് മലക്കുകളുണ്ട്, അവർ വിട്ടുപിരിയുകയില്ല. മുഅക്കിരീങ്ങളായ മലായികത്തുണ്ട്, അവർക്കത് വിട്ടുപിരിയാൻ പാടില്ല. ആ രൂപത്തിൽ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവണോ? വീട്ടിൽ ഖുർആൻ ഓതണം. ഹാജാത്തങ്ങൾ വന്നിട്ട് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഉണ്ടാക്കിയത് വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ബോംബെറിഞ്ഞിട്ടല്ല, ആരെയും ആക്രമിച്ചിട്ടല്ല. ഹാജാത്തങ്ങൾ ഖുർആൻ എങ്ങനെ ഓതിയിരിക്കാൻ തുടങ്ങി ആ മരത്തണലിൽ ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന ആളുകൾ വന്നു. അവരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് വല്ലാത്ത തലവേദന. തങ്ങളൊന്ന് കൈകൊണ്ട് തൊട്ടപ്പോൾ അയാൾ തലവേദന മാറിപ്പോയി. അയാൾ തങ്ങളെ കൂടെ നിന്നു. വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് വല്ലാത്ത വയറുവേദനയാണ്. തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, അയാളെ വയറുവേദന മാറി. വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കടം കൊണ്ട് കുടുങ്ങിയിട്ട് വല്ലാത്ത വിഷമത്തിലാണ്. തങ്ങളെ ബറക്കത്തിനൊന്ന് മന്ത്രിച്ചൂരിട്ട് ഒരു സാധനം കൊടുത്തു, ഇതവളെ കയ്യിൽ വെച്ചു, അയാളെ കടം പിടി. സുബ്ഹാന ജല്ല ജലാലു. രണ്ടാളുകൾ വന്നിട്ട്, തങ്ങളിപ്പാപ്പ ഞങ്ങളെ വീട്ടിൽ വല്ലാത്ത കലഹമാണ്, രണ്ടാളും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. തങ്ങൾ അവർക്കൊന്ന് മന്ത്രിച്ചൂതി കൊടുത്തു. രണ്ടാളും തമ്മിൽ വലിയ സ്നേഹമായി. അവർ അവിടെ കൂടി. അങ്ങനെ ഒരാളും 2 ആളും 4 ആളും 10 ആളും വന്നവർ ഹാജാത്തങ്ങളെ കറാമത്ത് കണ്ടുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു. ഇബാദത്തിനായി മുഴുകുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രാധാന്യമാണ്. അത് ഒട്ടേറെ മഹാന്മാർക്ക് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയൊന്ന് തൊട്ടപ്പോൾ ആ കയ്യിന്റെ കസ്തൂരിയുടെ വാസന 67ാമത്തെ വയസ്സായിട്ടും പോയിട്ടില്ലല്ലോ. അത് മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹാജാ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത് കറാമത്ത് മുഖേന തന്നെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ഞാനത് പറയാം, ഇരിക്കട്ടെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ദിവസവും പകൽ ഒരു ഖത്തം തീർക്കും, രാത്രി ഒരു ഖത്തം തീർക്കും. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ 2 ചെവിയും കേൾവിയില്ലാത്ത ഒരാൾ വന്നു നിന്നു. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വിളിച്ചാലോ സുഖമായിട്ട് വിളി കേൾക്കും, 2 ചെവിയും കേൾക്കൂല. അങ്ങനത്തെ ആൾക്ക് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സംസാരിച്ചാൽ സുഖമായിട്ട് കേൾക്കും. അതെങ്ങനെ? അത് അവര് കേൾക്കൽ മാത്രമല്ല, ഈ പ്രാപ്പൊയിൽ ഇപ്പോൾ വഅദ് പറയുന്നത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണെങ്കിൽ ഇവിടുന്ന് വഅദ് പറഞ്ഞാൽ തന്നെ ലോകത്തെ എല്ലാ സ്ഥലത്തും കേൾക്കും. മൂപ്പര് ഇവിടുന്ന് വഅദ് പറഞ്ഞാൽ എവിടെ കേൾക്കും? അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ.
റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാല. എന്താണ് ഈ മാല എന്ന് പറയുന്നത്? അതൊരു അത് കവിതകളാണ്. എന്താ കാരണം? ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആത്മീയ വിഷയങ്ങൾക്കൊക്കെ ശ്ലോകങ്ങളും കവിതകളുമാണ്. ആ കവിത അവർക്ക് വേഗത്തിൽ ആത്മീയ പരിവർത്തനം ഉണ്ടാക്കും. അതാണ് നമ്മുടെ പൂർവികരായിരിക്കുന്ന മഹാന്മാർ വലിയ വലിയ സംഭവങ്ങളൊക്കെ മാലയാക്കി കവിതയാക്കി ആ കവിത അങ്ങ് പാടിക്കൊടുക്കുമ്പോൾ വേഗത്തിൽ എല്ലാവർക്കും ആത്മീയ പരിവർത്തനം വരും. അല്ലാഹുവിലേക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്ത് വഴങ്ങ് പറഞ്ഞാൽ ലോകത്തെ എവിടെയൊക്കെ കേൾക്കണം എന്ന് വിചാരിച്ചോ അവിടെയൊക്കെ കേൾക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മുജാഹിദും ജമാഅത്തൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഓവറായി പോയി. അതിനെന്റെ ഭാഷ കാണാം. ഒരു 10 ആയത്തും 30 ഹദീസും വെച്ചുകൊണ്ട് പറയേണ്ട സംഭവം ഒരൊറ്റ വരിയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. എന്താ? അതിന് തൊട്ടടുത്ത വരി പാടി നോക്കണം. ഹജ്ജൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവാർ. എത്ര പെട്ടെന്നാണ് കാര്യം. ഹജ്ജൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ. കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചോളൂ, ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് 4 ഭാഗത്തേക്കും തിരിഞ്ഞിട്ട് അയ്യുഹന്നാസ്, അന്യമഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, ഇതാ അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി എവിടെ നിന്നാണ് വിളിച്ചത്? മക്കത്ത് നിന്ന്. നിങ്ങളവിടെ കേട്ടോ കേട്ടില്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ കേട്ടോ കേട്ടില്ലേ? ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ഇല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കേട്ടു, മാപ്പയുടെ മുതുകിൽ കേട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. പടച്ചവനെ, ഒരു പ്രാവശ്യം നമ്മളെ മർക്കസ് SOS ഒക്കെ ഒരുപാട് സംഘങ്ങൾക്ക് ഹജ്ജിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കണ്ണൂർ അബ്രാറില് കണ്ണൂർ ജില്ലയിൽ രാജ്യമാരൊക്കെ വിളിച്ചു ചേർത്തിട്ട് പോകാൻ പറ്റാത്ത കാരണം പറയാൻ വേണ്ടി വിളിച്ചു ചേർത്തതാ യോഗം. അപ്പൊ കുറച്ച് ആൾക്കാർ ഭയങ്കര ചൂടില് അങ്ങോട്ടും ഇങ്ങോട്ടും നിലമ്പണ്ട് ഭയങ്കര യോഗം. ഞാൻ അവരോട് ഇരിക്കും, ഞാനൊരു സംഗതി പറയാം. ഇബ്രാഹിം നബി വിളിച്ചപ്പോ നിങ്ങളെ ഒന്ന് റേഞ്ച് കിട്ടിയില്ല. റേഞ്ചിലില്ലാത്ത നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. നമ്മളോട് പറഞ്ഞു അല്ലേ, ആളെവിടെയാണ്? റേഞ്ചിന് പുറത്താണ്. പിന്നെ വിളിക്കുന്നുണ്ട്, അടുത്ത കൊല്ലം വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ റേഞ്ചിന് നിന്നാ മതി. അങ്ങനെയാണ് ഇവർക്ക് ഒരു സമാധാനമായത്. അള്ളാഹു നമുക്ക് ഹൈറ് തരും. ഞാൻ ഓർമ്മപ്പെടും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ അടുത്ത് ഒറ്റ സ്ഥലത്ത് നിന്നാ വിളിച്ചത്. ലോകത്തെ മുഴുവനും കേട്ടോ കേട്ടില്ലേ? ഗർഭാശയത്തിൽ കേട്ടോ കേട്ടില്ലേ? വാപ്പയുടെ മുതുകിലൊക്കെ കേട്ടോ കേട്ടില്ലേ? ലോകം മുഴുവനും ഏനി പാടി നോക്കി, ഇനി പാടി നോക്കി. അല്ലാഹുവിലേക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ മതി, ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ മതി, എല്ലാ സ്ഥലത്തും കേൾക്കും. ഏതുപോലെ? ഹജ്ജൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവർ. അത് ഇബ്രാഹിം നബിക്ക് കിട്ടിയത് മുഅ്ജിസത്താണ്. അത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കിട്ടിയത് കറാമത്താണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ടിലേക്കും ചേർത്ത് പറയുമ്പോൾ അതിന്റെ വാചകത്തിനൊരു വ്യത്യാസം. എന്നാൽ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ അതിന്റെ പരമ്പരയിൽപ്പെട്ട മഹാനല്ലേ. ഖാജ തങ്ങൾ വന്നു, അജ്മീർ ശരീഫിൽ ഖുർആൻ ഓതി. ആളുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരാൻ തുടങ്ങി. ഉമ്മമാർ, സഹോദരിമാരെ, നിങ്ങളുടെ മണിയറയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പരിസരത്തും യാ റബ്ബ് ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടാകരുതേ. ഞാൻ എന്റെ സഹോദരിമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളാണ് എപ്പോഴും മുസ്ലിം വീടുകളിൽ സ്ഥിരമായിട്ടുള്ളത്. ഭർത്താവ് ദുബായിലായിരിക്കും, അല്ലെങ്കിൽ കുവൈത്തിലായിരിക്കും. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അയാൾ സ്കൂൾ അധ്യാപകനായിരിക്കും, ചിലപ്പോൾ കച്ചവടക്കാരനായിരിക്കും, ചിലപ്പോൾ വ്യാപാരിയായിരിക്കും. എപ്പോഴും വീട്ടിലുണ്ടാവൂല. മഗ്‌രിബിന്റെ സമയത്ത് ഖുർആൻ ഓതേണ്ടത്, സുബഹിക്ക് ഓതേണ്ടത്, അങ്ങനെ ഓരോ സമയത്തും നമ്മുടെ വീട്ടിൽ ഖുർആന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി പിശാചിനെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൂരീകരിക്കേണ്ടത് ഉമ്മമാർ, പെങ്ങന്മാരെ, നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഖാജ തങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ ആ നാട് മുഴുവനും ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അംഗസംഖ്യ വർദ്ധിച്ചു വന്നപ്പോൾ
ഖാജാ തങ്ങളുടെ ചുറ്റുഭാഗത്ത് ആളുകൾ വർദ്ധിച്ചു. അപ്പോ അവിടെയുള്ള പൃഥ്വിരാജന്റെ ആളുകൾ തീരുമാനിച്ചു ഇയാൾ അവിടുന്ന് ആട്ടി ഓടിക്കണം. പക്ഷെ വാള് കൊണ്ട് നേരിടാൻ ആരും തയ്യാറില്ല. ഒരു സംഘടനത്തിന് ഒരുങ്ങി നേരിടാൻ ആരും തയ്യാറല്ല ഖാജാ തങ്ങളോട് ഏറ്റുമുട്ടാൻ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അക്കാലത്തെ മെസ്മരിസത്തിന്റെ ഒരു വലിയ നേതാവ് അയാളെ സ്വാധീനിച്ചു. അയാൾക്ക് വലിയ വാഗ്ദത്തം കൊടുത്തു. അദ്ദേഹത്തിന്റെ ശൈത്താന്മാരെ മുഴുവൻ സംഘടിപ്പിച്ചു. എന്നിട്ട് വലിയ പൈശാചിക ഒരുക്കത്തോടുകൂടെ അന്നത്തെ മെസ്മരിസത്തിന്റെ നേതാവ് ഖാജാ തങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നു. ദൂരെ വന്ന് നിന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മൂസാ നബിയുടെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ ചെറിയ കയറിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. ഖാജാ തങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു കയറിന്റെ കഷ്ണം വന്ന് വീണ ഉടനെ അതിങ്ങനെ പാമ്പും കുട്ടിയായി, അതിങ്ങനെ പാമ്പിന്റെ കുട്ടിയായി, അതിങ്ങനെ തേളിന്റെ കുട്ടിയായി. അല്ലാ, ഇതൊക്കെ കണ്ടപ്പോൾ ഖാജാ തങ്ങൾ ഒന്ന് നോക്കിയതിന് അതപ്പ തന്നെ ചത്തു. അതല്ലേ ഖാജാ തങ്ങളത്ത് വന്ന് വീഴുന്നേ ആ സാധനം ഒന്നിങ്ങനെ ചാടിയിട്ട് തവളെ ഖാജാ തങ്ങൾ ഒന്ന് നോക്കിയപ്പോ അത് എത്തുപോയി. ശൈത്താന്മാരൊക്കെ ഇങ്ങനെ ചാകുന്ന രംഗം ദൂരെ നിന്ന് ഷാദി ദേവ് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അവന്റെ കയ്യിലുള്ള എല്ലാം എറിഞ്ഞു കൊടുത്തുകൊണ്ട് കഴിഞ്ഞു. അപ്പോ ഖാജാ തങ്ങൾ എഴുന്നേറ്റ് ആ മരത്തണലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഖാജാ തങ്ങൾ ഇങ്ങനെ അങ്ങ് നോക്കിയപ്പോൾ ഫൻദുറൻ ഔലാദകും യാ ശൈഖുന നറൽ ഖുദ്റതി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവരെ പ്രത്യേക പദവിയിൽ നിന്നുകൊണ്ടൊരു നോട്ടമുണ്ട്. ആ നോട്ടം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതങ്ങ് നോക്കുന്നത് ഒരു നല്ല മനുഷ്യനെ നോക്കിയാൽ അയാളെ ഈമാൻ വർദ്ധിക്കും. അതൊരു പിശാച്ചിനെ നോക്കിയാൽ പിശാച്ച് ഓടി രക്ഷപ്പെടും. ഖാജാ തങ്ങൾ മരത്തണലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പിശാച്ചിന്റെ ഭാഗത്തേക്ക് അങ്ങ് നോക്കിയപ്പോൾ ആ മെസ്മരിസത്തിന്റെ ആളെ കൂടെയുള്ള ശൈത്താന്മാരെല്ലാം ഇറങ്ങി ഓടി മറഞ്ഞു. ഷാദി ദേവ് മാത്രമായി ബാക്കിയായി. അയാൾ ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് ഖാജാ തങ്ങളെ കാൽക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, മാപ്പാക്കണം തങ്ങളെ, മാപ്പാക്കണം. ഖാജാ തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഷഹാദത്ത് കലിമ ആവശ്യപ്പെട്ടു. ഖാജാ തങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അതാണ് സ്വാറശാദി ദേവുഹും സഅദി ബിനദരിൻ മിൻകും അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈൻ അദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖാജാ തങ്ങളെ, നിങ്ങളെ റഹ്മത്തിന്റെ ഒരു പ്രത്യേക നോട്ടം ആ മശായിഖ്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന നോട്ടം നിങ്ങൾ നോക്കിയപ്പോൾ മെസ്മരീസത്തിന്റെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് പിശാചുക്കൾ ദൂരീകരിക്കപ്പെട്ടു പോയില്ലേ? പിശാചുക്കളൊക്കെ ഓടി മറഞ്ഞില്ലേ? ഖാജാ തങ്ങളെ പേരിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈൻ അദ്ദീൻ. ഖാജാ തങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ട്, അറ്റാക്കുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യേണ്ടവരുണ്ട്, പിശാച് ബാധയേറ്റവരുണ്ട്, അങ്ങനെ ഒട്ടേറെ നേർന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട്. അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈൻ അദ്ദീൻ. യാ ഖാജാ തങ്ങളെ, ഞങ്ങൾക്ക് അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങൾക്ക് സഹായം നൽകണേ. യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസനാ അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈൻ അദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ത്യ മഹാരാജ്യത്ത് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയും രക്ഷാധികാരിയുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഗൾ ചക്രവർത്തിമാരെ മുഴുവനും എടുത്തു നോക്കിയോ, ഷാജഹാൻ ചക്രവർത്തിയും അക്ബർ ചക്രവർത്തി എന്ന് വേണ്ട, മുഗൾ ചക്രവർത്തിമാരുടെ 800 വർഷക്കാലത്തെ ഭരണകാലം, ആ കാലഘട്ടത്തിലൊക്കെ നോക്കിക്കോ, അജ്മീർ ഷരീഫിൽ വരാതെ ഒരു ഭരണാധികാരിയും ഇന്ത്യ ഭരിച്ചിട്ടില്ല. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിദ്ധനായ പ്രധാനമന്ത്രി, പ്രിയപ്പെട്ട സഹോദരന്മാർ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രധാനമന്ത്രി പദവി കുറഞ്ഞ കാലമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ട് ജവഹർലാൽ നെഹ്റു.
ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, VP സിംഗ്, നരസിംഹറാവു, IK ഗുജറാൾ, അടൽ ബിഹാരി വാജ്പേയി, അതേപോലെ തന്നെ മൻമോഹൻ സിംഗ്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സാർ അടക്കം ആരാണ് ഖാജാ തങ്ങളെ കാൽക്കൽ പോവാത്തത്? 804 ഉറൂസ് മുബാറക്ക് നടക്കുകയാണ് ഇപ്പോ. ആ ഉറൂസ് മുബാറക്ക് നടക്കുമ്പോൾ ഖാജാ തങ്ങളെ മഖബറയിൽ വിരിക്കാനുള്ള പുടവ ആരെ വകയാണ്? പ്രധാനമന്ത്രി സാക്ഷാൽ മോഡി സാറിന്റെ വകയാണ്. ഈ വർഷത്തെ ഇപ്പോ നടക്കുമ്പോൾ അജ്മീർ ഷരീഫിന്റെ മഖബറയുടെ മുകളിൽ വിരിച്ചിരിക്കുന്ന പുടവ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വകയാണ്. അപ്പോഴൊക്കെ അജ്മീറൊക്കെ പാടെ BJP ആയി എന്നാരും പറഞ്ഞു. അങ്ങനെയുണ്ട് ചിലര്. കാന്തപുരം ഉസ്താദ് പോയിട്ട് ആരെ കണ്ടു? പ്രധാനമന്ത്രിയെ കണ്ടു. അപ്പൊ കുറച്ചാൾക്കാർ പറഞ്ഞു മൂപ്പര് BJP ആയി. അതൊരു ചെറിയ അസുഖമാണ്. അത് ചില ആളുകൾക്ക് അസുഖം മാറി വരുന്നുണ്ട്, ചിലർക്ക് ആക്കത്തിലെ മാറുള്ളൂ. അള്ളാഹുതആല എല്ലാവർക്കും ഖൈർ കൊടുക്കും. ഞമ്മക്ക് അങ്ങനെ ആരും എന്തില്ല, എതിരാളികളിൽ അങ്ങനെ ആരും വിചാരിക്കില്ല. നമുക്കൊരു എതിരാളി ഉണ്ട്. എതിരാളി ഉണ്ടെങ്കിൽ അതാരാ? അത് ബിദ്അത്തുകാരൻ. നമ്മളെ കാക്കണം. ഇന്ത്യയിൽ വന്ന എല്ലാ പ്രധാനമന്ത്രിമാരെയും ആര് കണ്ടിട്ടുണ്ട്? ആ പ്രധാനമന്ത്രിമാരൊക്കെ കാണുമ്പോൾ അവരോട് ഏത് പറയുകയാണ്? ഇന്ത്യൻ മുസ്ലിംകളുടെ, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിന്റെ, ഇല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് സെക്യുലർ രാഷ്ട്രമാണ്. ഈ സെക്യുലർ രാഷ്ട്രത്തിലെ ഡെമോക്രസിക്ക് രാജ്യമായ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഏതൊരു ഭരണം നിലനിൽക്കുന്നുവോ ഭരണീയരുടെ കൂട്ടത്തിലുള്ള ന്യൂനപക്ഷത്തിനും പിന്നോക്ക വിഭാഗങ്ങൾക്കും സുരക്ഷിതമായി താമസിക്കാൻ സാധിക്കലാണ് ഭരണ നേട്ടത്തിന്റെ ഒന്നാമത്തത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തെ എന്തിനാണ് കണ്ടത്? 40 ആലിമ്യങ്ങൾ കൂട്ടിയിട്ടാണ് കണ്ടത്. കാശ്മീരിൽ നിന്നും, അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നിന്നും, അതുപോലെ തന്നെ ആസാമിൽ നിന്നും, ഒഡീസയിൽ നിന്നും, മധ്യപ്രദേശിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, കേരളത്തിൽ നിന്നും എല്ലാമായി 40 ആലിമ്യങ്ങൾ അവർ ചേർന്ന് പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന 40 ആലിമ്യങ്ങളെ മീറ്റിംഗ് ആ സൂഫിയാക്കളായ വലിയ പണ്ഡിതന്മാരുടെ മുഖം കണ്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, എനിക്ക് ആശ്വാസം നൽകുന്നു. ഇവരിലൂടെ പ്രചരിപ്പിക്കുന്ന ദീൻ, മതം, അത് സമാധാനത്തിന്റെ മതമാണ്, അത് സൗഹാർദ്ദത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കാര്യങ്ങൾ